നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം കുഞ്ഞുങ്ങളിലെ മൊബൈൽ അഡിക്ഷനെക്കുറിച്ചാണ്. മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സിൻ്റേതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തീരെ ചെറിയ കുട്ടികളുടെ നമ്മളൊരു ജനിച്ചു വീണത് തിരിച്ചറിവാവുന്ന പ്രായം മുതൽ ഒരു 8, 10 വയസ്സ്, 12 വയസ്സ് വരെയൊക്കെ, 15 വയസ്സ് വരെ പറയാം നമുക്ക്. ആ പ്രായം വരെയുള്ള കുട്ടികളിലുണ്ടാകുന്ന മൊബൈലിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും അതുമൂലം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മൊബൈലായാലും കമ്പ്യൂട്ടറായാലും നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കല്ല. ഇന്ന് സ്കൂളുകളിൽ തന്നെയാണേലും മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം വെച്ചാണ് കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് എന്ന് പറയുന്ന ആ ഒരു മഹാമാരി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഷയമായി മാറി. മാത്രമല്ല, എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് വെച്ചും എനിക്ക് നിങ്ങളോട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് പേരൻസ് രണ്ടുപേരും വർക്കിംഗ്. സ്വാഭാവികമായിട്ടും ഒന്നുകിൽ അവരെ ഏതെങ്കിലും ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരെ, അച്ഛനെയും അമ്മയോ പ്രായമുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോകാൻ നമ്മൾ നിർബന്ധിതരാകും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ജീവിത ചെലവുകൾ വെച്ച് രണ്ടുപേരും ജോലി ചെയ്യാതിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. നമ്മളതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ കൂടുതലും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നേരിട്ട് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാറുമുണ്ട് ഈ കാര്യങ്ങൾ, നേരിട്ട് അവരുടെ പേരൻസിനോട് പറയാറുണ്ട്. കൂടുതലും അപ്പൂപ്പനും അമ്മൂമ്മമാർ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ പ്രശ്നം. അവരെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അവരുടെ ചെറുപ്പകാലത്ത് അവർ മക്കളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ആ നല്ല സമയവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർ റെസ്റ്റ് എടുക്കാൻ ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മക്കൾ പ്രസവിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ കൊടുത്തിട്ട് വിദേശത്ത് രണ്ടുപേരുടെ ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അവരൊരിക്കലും മക്കളോട് പോകണ്ടെന്ന് പറയില്ല. കാരണം അവർ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും കുഞ്ഞുങ്ങൾക്ക് വരില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയും. പക്ഷേ അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ വെച്ചും അവർക്ക് സത്യത്തിൽ ആ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ആരോഗ്യസ്ഥിതിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ മറ്റു കുഞ്ഞുങ്ങളുണ്ട്. അയൽവക്കത്ത് വീടും നമ്മുടെ കുഞ്ഞുങ്ങളെ. പിന്നെ അങ്ങനെയുള്ള ഒരു വീട്ടിൽ തന്നെ കൂട്ടുകുടുംബ സമ്പ്രദായമൊക്കെ ആകുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ കാണും. അങ്ങനെയൊക്കെയാണ്. ഇന്നെല്ലാം അണുകുടുംബങ്ങളാണ്. എല്ലാ വീട്ടിലും 1, 2 കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒരു കുഞ്ഞൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കാനും അതിൻ്റെ പുറം നടക്കാനും ഈ പ്രായമായ അച്ഛനും അമ്മയ്ക്കും വയ്യാതാവുമ്പോൾ, അല്ലെങ്കിൽ ജോലിക്കാരുണ്ടെങ്കിൽ അവർക്ക് വീട്ടുജോലിയും കുഞ്ഞുങ്ങളുടെ ഭാരണവും എല്ലാം കൂടെ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അടക്കിയിരുത്താൻ കാണുന്ന ഒരു മാർഗ്ഗമാണ്. അവരും നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. മൊബൈലിനകത്തെ ഒരു കാർട്ടൂണിൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കളികളോ കാര്യങ്ങളോ പാട്ടോ ഒക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിനൊരു ശബ്ദവും അതിനിഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുങ്ങളത് ശ്രദ്ധിച്ച് അവിടെ അങ്ങ് ഇരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് കാലക്രമേണ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇതങ്ങ് ഒരു അഡിക്ഷൻ പോലെ ഉണ്ടായി കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വരുന്ന ഓരോ കാലഘട്ടങ്ങളും ഓരോന്നും അവർ കണ്ടും കേട്ടും അറിഞ്ഞും ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അവർ ഈ മൊബൈലിലോട്ട് തന്നെ നോക്കിയിരുന്ന് അതിൽ കാണുന്ന കാര്യങ്ങളും എന്തിനധികം പറയുന്ന സംസാര ഭാഷ പോലും അവർ മറന്നു പോകുമെന്നുള്ളതാണ്. ഒരു മൊബൈലിൽ കാർട്ടൂണിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ധാരാളം കുഞ്ഞുങ്ങളെ. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷനില്ല. പിന്നെ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാകും. ഈ കാര്യങ്ങളെയൊക്കെ പറ്റിയൊക്കെ സംസാരിക്കാൻ എനിക്ക് എന്താ പറയുന്ന
അതിനനുസരിച്ചുള്ള നോഹവ് ഒന്നുമുള്ള ആളല്ല, അത്ര അറിവും ഇല്ല, ഞാൻ ആ രീതിയിൽ പഠിച്ച ആളുമല്ല. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിത് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചും, പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ടീനേജേഴ്സിനുണ്ടാകുന്ന മൊബൈൽ അഡിക്ഷൻ പോലെ എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ ബുദ്ധിമുട്ടുകളും ഞാനൊരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഞാൻ ആ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവരുടെ എല്ലാം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്, നിങ്ങളത് പാടെ ഒഴിവാക്കണം, ഒരു ശകലം പോലും സമയം അതിന് കൊടുക്കണ്ട, നിങ്ങൾ കളിക്കാനുള്ള സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത് നിങ്ങൾ അവർക്ക് ആഹാരം കൊടുത്ത് അവരൊപ്പം ഇരിക്കുക, വേറെ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, അവരുടെ കളിക്കാനുള്ള സമയം കണ്ടെത്തണം, അവരെ കഥകൾ പറഞ്ഞു കൊടുക്കണം, കഥകൾ വായിച്ചു കൊടുക്കണം, പടം വരയ്ക്കാനും എഴുതാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കഴിവതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അച്ഛനും അമ്മയും ജോലിക്കാരാണെങ്കിലും സ്വന്തം കുട്ടികളെ കൂടെ നോക്കാൻ പറ്റുന്ന ജോലി തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. പേരൻസ് തന്നെ കുട്ടികളെ വളർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ പേരൻസ് ചില സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളോട് സ്ട്രിക്റ്റ് ആവും, ചില സ്ഥലങ്ങളിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ആവുമ്പം കുറച്ചുകൂടെ ലിബറലായിട്ടായിരിക്കും അവരോട് ഇടപെടുന്നതും ഒക്കെ. അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കണം, ഒക്കെ വേണം. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ വളർത്തിയ 2 കുഞ്ഞുങ്ങളും എനിക്കുണ്ട്. ഇപ്പോഴും അവർക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പോലും ആ ഒരു ടീനേജിൻ്റെ പ്രായത്തിലെത്തിക്കഴിഞ്ഞ് ഈ കോവിഡിൻ്റെ സമയത്ത് മൊബൈൽ അഡിക്ഷൻ മൂലം അവരുടെ ജീവിതത്തിലുണ്ടായ കുറേ ബുദ്ധിമുട്ടുകളും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു പ്രോസസ്സിലൂടെ, ആ ഒരു കാലഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോയി അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എന്നിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ വായിക്കാൻ മറന്നു പോകും, അക്ഷരങ്ങൾ മറന്നു പോകും, സംസാരിക്കാൻ മറന്നു പോകും, അവർക്ക് അറ്റൻഷൻ ഇല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് അവരുടെ തലച്ചോറും ശരീരവും എല്ലാം മാറും. പിന്നെ ഇത് കരഞ്ഞ് വിളിച്ച് വരുന്ന ഒത്തിരി പേരൻസിനെ നേരിട്ട് എനിക്ക് കാണാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മൊബൈൽ കുഞ്ഞുങ്ങളിൽ നിന്ന് അകറ്റുക, പൂർണ്ണമായിട്ടും അകറ്റണം എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ കാലം അങ്ങനത്തെയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് സഹകരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളോട് ഇതുപോലെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവരെ ഒരു എന്താ പറയുന്നത്, ഒരു ചെയിൻ പോലെ ഈ മെസ്സേജ് എല്ലാവരിലും എത്തിക്കണം എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഇത് ലോകത്തോടൊന്ന് പറയണമെന്നുള്ളത്. എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാണ്. ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതേ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ആൾക്കാരുണ്ടായിരിക്കും. അവർ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും. ബന്ധുക്കളും അറിയുന്നവരും സുഹൃത്തുക്കളും എല്ലാം നിങ്ങളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ലോകത്തെ ഒരു പേരൻസ് പോലും വിചാരിക്കുന്നില്ല തൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകണമെന്ന് വിചാരിച്ച്. ഒരു പേരൻസ് ഒരു കുഞ്ഞുങ്ങളെ ആ രീതിയിൽ കൊണ്ടുപോകത്തുമില്ല, വളർത്തത്തുമില്ല. നമ്മുടെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ കൊണ്ടോ ആയിരിക്കാം അതങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആ കുഞ്ഞുങ്ങൾ എത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല, അതിനൊരു പരിഹാരമുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ ഇച്ചിരി ക്ഷമയോടുകൂടി സമാധാനത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട. ഓക്കെ. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ആണെങ്കിലും ഓരോ പേരൻസ് വന്ന് അവർക്ക് പറ്റിയൊരു അബദ്ധം എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര സങ്കടത്തോടെ വരുന്നുണ്ട്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ സംഭവിച്ചതാണ്. എനിക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ചോദിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ പറയും എല്ലാം മൊബൈൽ ഉപയോഗിക്കാനൊക്കെ കുഞ്ഞിനറിയാം, നമ്മളതൊരു വലിയ ക്രെഡിറ്റായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ കാർട്ടൂൺ ഫാഷൻസ് പറയുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മലയാളവും മറന്നു പോകും, ഇംഗ്ലീഷും മറന്നു പോകും, ഹിന്ദിയും മറന്നു പോകും, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, പിന്നെ സ്പീച്ച് ഇല്ലാതെ വരും ആ കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെയൊക്കെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് അബദ്ധം പറ്റുന്നതൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഇതെല്ലാം പറയുന്നത്. എനിക്കിത് സമൂഹത്തോട് വിളിച്ചു പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് നാളുകളായി.
അപ്പം ഞാനിപ്പോൾ മാനസികമായിട്ട് ഇപ്പോൾ ഒരു തയ്യാറെടുപ്പ് നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് പറയണം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. ആരോഗ്യവകുപ്പിൽ തന്നെ ഡിസ്ട്രിക്റ്റ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ, അതായത് DIC എന്ന് പറഞ്ഞ സ്ഥാപനം എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ സമീപിക്കാവുന്നതാണ്. അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ട്. സർക്കാർ തലത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ചിലവുകളൊന്നുമില്ല. കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. കൊടുക്കാത്ത സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് അടുത്ത സ്ഥലം എവിടെയെന്ന് അവർ നിർദ്ദേശിച്ച് തരും. ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രം എന്നാണ് മലയാളത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. ഈ ഒരു വീഡിയോ കൊണ്ട്, എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും ഒരു കുഞ്ഞിനെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥയായിരിക്കും. എല്ലാവർക്കും ഇതെല്ലാം വായിച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.